ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ട്രെയിനിൽ വേളാങ്കണ്ണി പോകുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പോയത് എറണാകുളം കാരക്കൽ എക്സ്പ്രസ്സിലാണ്. എറണാകുളത്ത് രാത്രി 10 മണിക്കാണ് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ട്രെയിനിലായിരുന്നു നമ്മൾ പോയത്. ഇതൊരു ചെറിയൊരു വേളാങ്കണ്ണി യാത്രയുടെ ഒരു ഇതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഡെയിലി ഉള്ള വണ്ടിയാണ്. എല്ലാ ദിവസവും രാത്രി 10:30ക്കാണ് ഈ ട്രെയിൻ എറണാകുളം സ്റ്റേഷനിൽ നിന്ന് പോകുന്നത്. അവിടെ ഒരു 11 മണി കൊള്ളിച്ചെത്തും രാവിലെ. നമ്മൾ പോയതും ഒരു സെക്കൻഡ് സാറ്റർഡേ കൊള്ളിച്ചായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാഗപട്ടണത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എയ്സ് വലിയൊരു വണ്ടി വിളിച്ചു. ഞങ്ങളൊരു 6-7 പേരുള്ളതുകൊണ്ട് അങ്ങനത്തെ വണ്ടി വിളിച്ചിട്ട് അവിടെ നിന്ന് ലഗേജും എടുത്തിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. അതല്ലാതെ തന്നെ അവിടെ നിന്ന് കണക്ഷൻ ട്രെയിനുണ്ട് 11:30-ക്ക്. നാഗപട്ടണം ടു വേളാങ്കണ്ണി കണക്ഷൻ ട്രെയിനുമുണ്ട്. റിട്ടേൺ വരുമ്പോഴും ഇതേപോലെ തന്നെ വൈകുന്നേരം 5 മണിക്കാണ് നാഗപട്ടണത്തു നിന്ന് കാരക്കൽ എറണാകുളം എക്സ്പ്രസ് വരുന്നത്. 4:30 മുമ്പും കണ്ടും വേളാങ്കണ്ണിയിൽ നിന്നും കണക്ഷൻ ട്രെയിൻ നാഗപട്ടണത്തേക്കുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എയ്സിൽ യാത്ര തുടരുകയാണ്. ഇതേപോലെ ഫ്രണ്ടിൽ പോകുന്ന ഓട്ടോറിക്ഷയുടെ പോലെ 2-3 പേരുള്ളൊരു ഓട്ടോറിക്ഷയിൽ ഒരുപാട് ലഗേജും വെച്ചിട്ടും അവർ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിന് വന്നവർക്ക് പല പല മെത്തേഡുകളുണ്ട് വേളാങ്കണ്ണി എത്തിച്ചേരാൻ. ഈ എറണാകുളം കാരക്കൽ എക്സ്പ്രസ് വഴിയാണ് വരുന്നതെങ്കിൽ. ഇതുകൂടാതെ തന്നെ ബൈ വീക്കിലി ആയിട്ട് എറണാകുളം വേളാങ്കണ്ണി ഡയറക്റ്റ് ട്രെയിനുമുണ്ട്. അത് ഉച്ചക്കാണ് പുറപ്പെടുന്നത്. അത് പക്ഷേ പുനലൂർ ചെങ്കോട്ട വഴി കറങ്ങിയാണ് പോകുന്നത്. കുറച്ച് സമയം കൂടുതലെടുക്കും. ഈ വണ്ടി പാലക്കാട് തിരുച്ചിറപ്പള്ളി വഴി വരുന്നതുകൊണ്ട് അധികം സമയമെടുക്കുന്നില്ല. അതായത് രാത്രി കയറിയാൽ പിറ്റേന്ന് ഒരു 12 മണിക്കൂറിൽ താഴെ 12 മണിക്കൂറേ എടുക്കുന്നുള്ളൂ. മറ്റേത് ഒരു ദിവസത്തിനടുത്ത് തന്നെ എടുക്കും. ഉച്ചക്ക് പോയാൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് എത്തുള്ളൂ. നാഗപട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി എത്തിച്ചേരാറായി. പിന്നെ ഈ വീഡിയോയിൽ വേളാങ്കണ്ണി പള്ളിയുടെ കാഴ്ചകളൊന്നും അധികം ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇതിനു മുമ്പും ഒരുപാട് വേളാങ്കണ്ണിയുടെ വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെയിനിൽ വേളാങ്കണ്ണി പോകുന്നവർക്ക് ഉള്ളൊരു കുറച്ച് ഇൻഫർമേഷൻ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ ചെന്നു. ഫ്രഷപ്പായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി. പള്ളിയിലെയും അനുബന്ധ കാഴ്ചകളൊക്കെയാണ് ഇത്. ഫോട്ടോസ് മാത്രമേ ഉള്ളൂ, വീഡിയോസായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. പിറ്റേന്ന് രാവിലെ നമ്മൾ മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞിട്ട് ഉള്ള ഫോട്ടോ സെഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വേളാങ്കണ്ണി വന്നത് കൊച്ചിൻ്റെ മൊട്ടടിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പള്ളി വക കൗണ്ടറിൽ വന്നു. പക്ഷെ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടെ മൊട്ടടിക്കാൻ 50 രൂപയാണ് ഇത് വരുന്നത്. ഇന്നെന്തോ തിരക്കാണ്. അങ്ങനെ ഹേസലിൻ്റെ മുടി മൊട്ടയടിക്കാനായിട്ട് അവിടെ കൊണ്ടിരുത്തി. ഇനി തല മൊട്ടയടിക്കുന്ന കാഴ്ചകൾ കാണാം. മൊട്ടടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കൊച്ച് കരയാൻ തുടങ്ങി. എല്ലാ പിള്ളേരും കരയുന്നുണ്ട്. അവിടെ ആകെ ഭയങ്കര ബഹളമായിരുന്നു.
അങ്ങനെ കൊച്ചിൻ്റെ മുടി മുട്ടടിച്ച് തീർന്നു. ഇനി നേരെ നമുക്ക് ബീച്ചിലേക്ക് പോകാം. പിന്നെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ഭയങ്കര ആളും ബഹളവും ഉണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് പോയി. രാത്രി വീണ്ടും നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടിക്കാരനത്തിന് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടിക്കാരനത്തിന് തിരിച്ച് വിളിച്ച് ഞങ്ങളിത് വേളാങ്കണ്ണിയിൽ നിന്ന് യാത്ര പറയുകയാണ്. ഞാൻ പറഞ്ഞ പോലെ വണ്ടിയുടെ സമയം 5 മണിക്കാണ് നാഗപട്ടണത്തു നിന്ന് കാരക്കൽ എറണാകുളം എക്സ്പ്രസ്. ഇതേപോലെ വണ്ടിയില്ലാത്തവർക്ക്, അതുപോലെ ഒറ്റക്കോ കപ്പിൾസൊക്കെ ആയിട്ട് മാത്രം യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതേപോലെ അധികം ലഗേജൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് 4 മണിക്കെങ്ങാണ്ടും പാസഞ്ചറുണ്ട്. ആ പാസഞ്ചറിന് പോയാലും കറക്റ്റായിട്ട് കണക്റ്റായിട്ട് കിട്ടും. അപ്പം അങ്ങനെയും യാത്ര നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, കണ്ടോ, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എത്രയാണ് ആൾക്കാരനുസരിച്ച് പല പല വണ്ടികൾ നമുക്ക് കിട്ടും. ഓട്ടോറിക്ഷ, ഇതേപോലത്തെ എബീസ് അല്ലെങ്കിൽ ട്രാവലർ, അങ്ങനെ പല പല വണ്ടികൾ നമുക്ക് നാഗപട്ടണത്ത് വേളാങ്കണ്ണിക്ക് പോകാൻ കിട്ടും. ഇത് അത്യാവശ്യം തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. മെയിനായിട്ട് ഈ എറണാകുളം കാരക്കൽ എക്സ്പ്രസിൻ്റെ ടൈമിനാണ് കൂടുതലും സ്റ്റേഷൻ ഭയങ്കര ആക്റ്റീവും തിരക്കുള്ളത്. അതുപോലെ രാവിലെ വരുമ്പോഴും ഈ വണ്ടിക്കാണ് കൂടുതൽ ആൾക്കാർ, ഈ സ്റ്റോപ്പിലാണ് കൂടുതലും ഈ കാരക്കൽ എറണാകുളം എക്സ്പ്രസ്സിന് വരുന്നവർ കൂടുതലും ഈ നാഗപട്ടണത്താണ് ഇറങ്ങുന്നത്. വേളാങ്കണ്ണി പോകാനുള്ളൊരു ഇതുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ട്രാവൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.